അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം അമേരിക്കൻ പൗരത്വം ലഭിക്കും എന്നുള്ള ജന്മാവകാശ പൗരത്വം എന്ന നിയമം വാസ്തവം പറഞ്ഞാൽ അമേരിക്കയെ മഹത്തരമാക്കിയ, അമേരിക്കയിലേക്ക് ജനത്തെ ആകർഷിച്ച കാര്യങ്ങളിൽ ഒന്നാണിത്. ഇവിടെ ഏത് വിസയിൽ വന്നാലും ചുരുക്കം ചില നയതന്ത്ര വിസയിലുള്ളവരൊഴിച്ച് ബാക്കിയുള്ളവർക്ക്, ഡിപ്ലോമാറ്റ്സ് അവരൊഴിച്ച് ബാക്കി എല്ലാവർക്കും ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഒക്കെ ഉള്ളവർക്കെല്ലാം ജന്മാവകാശ പൗരത്വം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് പ്രസവിക്കാറായ സ്ത്രീകളൊക്കെ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെ ആ സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഓടി വരുന്നത്. ചിലരെ ഇവിടെ പ്രസവിക്കാൻ സമ്മതിക്കാതെ തിരിച്ചയച്ച സംഭവങ്ങളുമുണ്ട്. അപ്പം ട്രംപ് പ്രസിഡന്റായ ഉടനെ തന്നെ ഇട്ട ഉത്തരവാണ് ജന്മാവകാശ പൗരത്വം റദ്ദാക്കുന്നു. അതായത് ഇവിടെ ലീഗൽ ഇമിഗ്രൻസ്, ഗ്രീൻ കാർഡ് ഉള്ളവരും പൗരത്വമുള്ളവരും അവരുടെ മക്കൾക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ, ജന്മാവകാശ പൗരത്വം ലഭിക്കൂ എന്നാണ് ആ ഉത്തരവിൻ്റെ അർത്ഥം. ബാക്കിയുള്ളവർക്ക്, അതായത് താൽക്കാലിക വിസയിൽ വന്നവർ, ഈ ജോലിക്ക് വേണ്ടി വന്നവർ, H1 വിസയിലും മറ്റും വന്നവർ, പിന്നെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നവർ, പിന്നെ ഈ പ്രസവ ടൂറിസമായിട്ട് വരുന്നവർ, ഇവരുടെ ഒന്നും മക്കൾക്കൊന്നും ഇവിടെ പൗരത്വം ലഭിക്കില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആ ഉത്തരവ്. അതിനെ കയ്യോടെ ചോദ്യം ചെയ്തുകൊണ്ട് 22 സ്റ്റേറ്റുകൾ അതിനെതിരെ കോടതികളിൽ പോയി. അതാ മെരിലാൻഡ്, മാസച്യൂസെറ്റ്സ്, ഇങ്ങനെ വാഷിങ്ടൺ, ഇങ്ങനെയുള്ള പല കോടതികളിൽ പോയി. ആ കോടതികളെല്ലാം ഈ ട്രംപിൻ്റെ ഉത്തരവ് താൽക്കാലികമായിട്ട് തടഞ്ഞുകൊണ്ട് ഉത്തരവ് വിട്ടു. അപ്പോൾ അത് ഈ ഏതെങ്കിലും ഒരു ജില്ലാ കോടതിയിൽ, ഫെഡറൽ കോടതി ഒരു ഉത്തരവിട്ടാൽ അത് ദേശവ്യാപകമായിട്ട് ബാധകമാണ് എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. ഇന്നിപ്പം സുപ്രീം കോടതിയുടെ, അപ്പോൾ അതനുസരിച്ച് ഈ കോടതികളുടെ വിധി അനുസരിച്ച് ട്രംപിൻ്റെ ഉത്തരവ് ദേശവ്യാപകമായിട്ട് നിർത്തിവെച്ചു. അപ്പോഴത്തേക്ക് ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം പൗരത്വം ലഭിക്കും എന്നുള്ള ആ പഴയ നില പുനഃസ്ഥാപിക്കാനാണ് ഈ ഉത്തരവ്, താൽക്കാലികമായിട്ടുള്ള ഉത്തരവ് കൊണ്ട് ഇടയായത്. അപ്പോൾ ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ഈ ഫെഡറൽ കോടതികൾക്ക് ഇങ്ങനെ ദേശവ്യാപകമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരമൊന്നുമില്ല. അവരുടെ മുന്നിൽ വരുന്ന കേസിൽ തീരുമാനമെടുക്കാം, അതിൻ്റെ കക്ഷികൾക്ക് അത് ബാധകമാകും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 22 സ്റ്റേറ്റുകളാണ്. അതുപോലെ തന്നെ കുറേ പേര് ഹർജിക്കാർ, ഗർഭിണികളായ സ്ത്രീകൾ, ചില സംഘടനകൾ, ഇമിഗ്രേഷൻ സംഘടനകൾ, ഇവരൊക്കെയാണ് ഈ കോടതികളെ സമീപിച്ചത്. അപ്പോൾ അവർക്ക് ഈ ഉത്തരവ് ബാധകമാകും എന്നല്ലാതെ അത് ദേശവ്യാപകമായിട്ട് ഈ ഉത്തരവുകൾ ബാധകമാകില്ല. ഈ കോടതി എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ, അതായത് പ്രസിഡന്റിൻ്റെ ഏകാധിപത്യത്തെ എതിർക്കുന്നവർ ഈ കോടതികളുടെ ഏകാധിപത്യത്തെയും എതിർക്കണം. അത് അനുകൂലിക്കാനാവില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്.